ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് പൊന്നാനി പീഡന കേസിലാണ്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു പീഡന പരാതി നൽകിയിരുന്നത്. ബലാത്സംഗ കേസിലെ ഈ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അന്ന് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഇതിൽ തുടർ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം മലപ്പുറം മുൻ SP സുജിത് ദാസ്, ഡിവൈഎസ്പി VV ബെന്നി, CI വിനോദ് എന്നിവർക്ക് എതിരെയായിരുന്നു യുവതി ബലാത്സംഗ പരാതി ഉന്നയിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശും ഒപ്പം TG സജിത്തും ആണ് ചേരുന്നത്. ആദ്യം നവമിയിലേക്ക്. നവമി, വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അടക്കം നേരത്തെ അറിയിച്ചിരുന്നതാണ്. തുടർ നടപടികളുമായി പോകാൻ താല്പര്യമില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായിരുന്നു കോടതിയുടെ ഇത് സംബന്ധിച്ച നിരീക്ഷണങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം ഈ പൊന്നാനി പീഡന കേസുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു ഈ പൊന്നാനി പീഡന കേസ്. ഇത് പിന്നീട് ഈ യുവതി പരാതി നൽകുകയും ഇതിനെ തുടർന്ന് ഈ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ SP വിനോദ് പോയിരുന്നത്. പിന്നീട് സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. അങ്ങനെ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഇതൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സിംഗിൾ ബെഞ്ചിന് ഈ കേസ് ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ അവകാശമില്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വിനോദ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന് ഈ ഒരു കേസ് എടുക്കാൻ അനുവാദമില്ല, ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ അനുവാദമില്ല എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് ഈ വിനോദ് ഈ ഹർജിയിൽ പറയുന്നത് ഈ പരാതിക്കാരി ഈ പരാതി ഉന്നയിക്കാൻ ഉണ്ടായ സാഹചര്യം, ഇതിനു മുൻപുള്ള ചില സന്ദർഭങ്ങൾ, ഒപ്പം ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള വാദമായിരുന്നു കോടതിയിൽ നടന്നത്. ഈ വാദത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണം തുടരട്ടെ, ഈ DYSP SP ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു ഉത്തരവ് സിംഗിൾ ബെഞ്ച് ഇട്ടിരുന്നു. ഇതിനെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി നൽകിയ ഉത്തരവ് അതിന് നിലനിൽക്കില്ല. അതായത് മജിസ്ട്രേറ്റിന് തീരുമാനിക്കാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇതിനകത്ത് FIR എടുക്കാൻ പോലും ഒന്നുമില്ല എന്ന് പോലീസ് നേരത്തെ റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ജഡ്ജി പക്ഷേ ഇതിൽ അങ്ങനെയല്ല, അതിൽ കേസെടുക്കുവാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്ന് പറയുകയും എന്തുകൊണ്ട് ഇതിൽ ഇത്രയും നാൾ FIR എടുത്തില്ല എന്നും ചോദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പൊന്നാനി മജിസ്ട്രേറ്റ് ഇങ്ങനെ ഉത്തരവിട്ടത്. തുടർ നടപടി കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അതാണിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടലോടെ ഈ പൊന്നാനി പീഡന കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യം വെളിവാവുകയാണ്. ഇപ്പോൾ ശ്രീമതി ശോഭ സുരേന്ദ്രൻ BJP